ചെങ്ങായിമാരെ എന്തൊക്കെയാ കഥ? വല്ലാത്ത കഥ അല്ലേ? നമ്മളെ പാണാമ്പ്ര പള്ളിയാണ് ആ കാണുന്നത്. നല്ല മഴത്തോട് അടിപൊളി വയ തരണ വല്ലാത്ത ജാതി വയായി. പിന്നെ ഉത്തുനളക്കൊക്കെ സുഖല്ലേ? നമ്മളെ അണ്ടർപാസ് എന്തോ അണ്ടർപാസിന്റെ അടിയിൽ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ നേരെ അസഡിൽ ഞാൻ വെള്ളം കാണിച്ചുതരാം. എന്തായാലും കുഴപ്പമില്ല, കുറെ കാലമായാലും ഇവിടെ ഒക്കെ വന്നിട്ടേ. ഏതായാലും വണ്ടിയൊക്കെ ഒന്നാണ് കഴുകി. ഇവിടെ എന്താ പറയാ, അണ്ടർപാസിന്റെ അസഡിൽ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. കുറെ കട്ട് ചെയ്ത് നിങ്ങൾ പൈപ്പ് ലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് വരികയാണെങ്കിൽ പറഞ്ഞാണെങ്കിൽ ഒരു സംഖ്യ കാണിച്ചു തരണം. നമ്മൾ ഏതായാലും ഇവിടെ നിങ്ങൾ നമ്മൾ എന്താ ചേളാരി ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളെ NH 66 പുതുപുത്ത 66ന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ഉഷാറായിക്കണല്ലേ? എങ്ങനെയുണ്ട്? താടി സൂപ്പറല്ലേ? അല്ലാത്ത കഥ അല്ലേ? എന്തൊരു എന്താല്ലേ അടേ, എന്ത് സുഖ ഇവിടെ ഇങ്ങനെ വന്നിട്ട്. നല്ല സുഖമാണ് വണ്ടി കഴിക്കാൻ. ഇവിടുന്ന് അപ്പുറം നോക്കുകയാണെങ്കിലോ ആകെ വെള്ളച്ചാട്ടാണ്. എന്തായാലും രസം കാണാൻ ഭയങ്കര കൗതുകം. പെരുമഴ തന്നെ, പെരുമഴ. അപ്പൊ നമ്മൾ ചേളാരിണ്ട് കഴിഞ്ഞ് പിന്നെ പാണാമ്പ്ര വളവിന്റെ ആണ്ടിന്റെ എത്തുക. ആകെ വെള്ളമാണ്, മുട്ടിന്റെ ഒപ്പം വെള്ളമുണ്ട്. റോഡിന്റെ ചെരിവ് എന്ന് പറഞ്ഞാൽ 1.5 ചെരിവാട്ടെ. നമ്മളെ റോഡ് നല്ല രസമായിട്ട് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അത് രാവിലെ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ ഉണ്ടത്. നമ്മളെ ഈ പാണാമ്പ്ര ചേളാരി ഭാഗത്തേക്ക് പോകുമ്പോൾ ഡ്രെയിൻ എന്താ പറയാ, നമ്മ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് തീർന്നിനി. പിന്നെ വല്ലാത്ത ജാതി വമ്പ ഒരു ഗോഡൗൺ വരുന്നുണ്ടല്ലോ. എന്ത് ഗോഡൗണാന്നാവല്ലേ ഇവിടെ കയറിനാലും? എന്താണോ പണികളൊക്കെ ഏകദേശം 80% പണികൾ കഴിഞ്ഞിരിക്കണത് എൻ്റെ ഒരു നല്ലൊരു അറിവ്. നമ്മളെ ലൈറ്റ് കണ്ടില്ല, നമ്മളെ സർവീസ് റോഡിലേക്കോ പകുതി ഉണ്ട്, പകുതി നമ്മളെ സാധാ റൂട്ടിലേക്കോ ആണ്. അപ്പം എൻ്റെ ഗോഡൗണ്. പിന്നെ ഇവിടുന്ന് കുറച്ചാണ് പോയിട്ട് ഇപ്പൊ നമ്മളെ അണ്ടർപാസ് നമ്മളെന്താ ചേളാരിയൊക്കെ എന്താ പറയുക പുടുത്തം വിട്ട ചെമ്പന്തങ്കിനെ കാട്ടി ഐറ്റിലുണ്ടാക്കിയ അണ്ടർപാസിന്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ നമ്മളെ ചേളാരി ആണോന്ന് പോലും തിരിച്ചറിയാത്തൊരു കോലായി. അത്രയും എന്താ പറയാ ഭയങ്കര മാറ്റം തന്നെയാണ്. എന്താ പറയാ, നമ്മളൊരിക്കലും വിശ്വസിക്കൂല. നമ്മളെ പൈപ്പിന്റെ ഒക്കെ വമ്പം ഗോഡൗൺ ആണല്ലോ. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം ഏതാണ് ഗോഡൗൺ എന്നൊക്കെ. നല്ല മഴ എന്ന് പറഞ്ഞാല് എമ്മാര് മഴ എന്ന് പറയാം. മഴ കാണുമ്പോ വീഡിയോ കാണുമ്പോ തന്നെ ഒരു ഐഡിയ കിട്ടും. മഴ എങ്ങനെ ഉണ്ടായിരുന്നു, ക്യാമറമൊക്കെ എമ്മാര് ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് നല്ല തിരിച്ചറിയാം. പിന്നെ എന്താന്ന് പറഞ്ഞാല് ഇതൊക്കെ രസല്ലേ? ഇവിടുന്ന് ഏതല്ലോ ഒരേ കമ്പനി ഇത്ര തോന്നെ ബസ്സാണോ? ഇനി നമ്മൾ ഇവിടുന്ന് എന്താ പറയാ, നമ്മള് സർവീസ് റോഡ് കൂടി പോണവർക്ക് പോകാം. എല്ലാത്തേക്കും ആണെങ്കിൽ പോയാൽ മതി. ഹായ് അണ്ടെങ്കില് ഇപ്പൊ നമ്മള് ചേളാരി അങ്ങാടിക്ക് ഇങ്ങനെ കയറി വരികയാണ്. ഇപ്പൊ നമ്മള് ചേളാരി ഒരു എന്താ പറയാ അണ്ടർപാസും നമ്മളൊരു ഓവർപാസും ഉണ്ട് ഇവിടെ. അവർ രണ്ടിനും വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ സ്കൂള് കണ്ടില്ലെങ്കില് ചേളാരി ബ്ലോക്കിലെ SP ബ്ലോക്കോ എന്നാലും ഇത്ര പെട്ടെന്നാണ് നമ്മളെ ചേളാരി ഭാഗത്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ചേളാരി ഉദ്ഘാടനത്തിന് ചേളാരിയൊക്കെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിട്ടാ അല്ലിം ഓഡിറ്റോറിയം DMS ഹോസ്പിറ്റല് ചേളാരി ഭാഗത്തുള്ളതൊക്കെ നല്ല അറിയാം ഈ ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മളെന്താ പറയാ, നമ്മളെ ചേളാരി ഇപ്പൊ എന്താ പറയാ, ഇതാണ് നമ്മളെ ഓവർപാസ്. നമ്മളെ ഓവർപാസിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ പെയിന്റിങ് വർക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് KNRന്റെ ജാമ്പുവാനാ പോണേ, ജാമ്പുവാന്. അമേസിങ്. പിന്നെ ഇത് കാടക്കൂട് പണിയാനാണ് ഇത്രയും നമ്മൾ മുള്ളൊക്കെ അടിച്ചിട്ട് അടിച്ചുപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിജിറ്റൽ ഡ്രെയിനേജ് ആണ് ഈ പൊന്തിക്കണത്, ഈ 5 അടി. പിന്നെ ഇതെന്തോ ഇതുപോലെ വേസ്റ്റ് ഒന്നല്ല കേട്ടോ, ചാക്കിന്റെ ചെറിയ ചെറിയ പീസുകളാണ്. നമ്മൾ ആ ഡ്രെയിനേജുകളുടെ ഹോൾസുകളും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. പിന്നെ നമ്മളെ ചേളാരിയുള്ള പമ്പ് അങ്ങനെ കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ ചേളാരി ഗ്യാസ് ഏജൻസിന്റെ ഭാഗമാണ് നമ്മളെ വലത്തെ സൈഡിലെ ഭാഗം ഇങ്ങനെ കാണുന്നതാ. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ചേളാരി ടൗണിൽ നമ്മൾ ഈ അണ്ടർപാസിന്റെ അവിടെ ഒന്ന് പോയി നിർത്തി നോക്കാം. അപ്പൊ നമുക്കറിയാം എന്താ പറയുക, ഏത് നാട്ടിൽ കൂടെ ഇപ്പൊ ഞാൻ എന്നെ പോണേ, ഞാൻ എന്നെ തിരിച്ചറിയാത്ത പോലെയല്ലോ. നാട് വളരണം ഒക്കെ വളരും ഈ കോലാണെങ്കിൽ. റോഡ് ഇപ്പൊ വെള്ളം നിക്കണേ നിങ്ങൾ നോക്കണ്ട. എന്താ പറയാ, വെള്ളം നിക്കണത് വെള്ളം നിന്നാലല്ലേ അറിയുള്ളൂ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് പൊട്ടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഡ്രെയിനേജിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണേ. അതാണ് പറഞ്ഞത്, നമുക്ക് ഏത് ഭാഗത്താണ് വെള്ളം നിൽക്കണമെന്ന് അറിഞ്ഞാലേ നമുക്ക് അവിടെ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കുറേ ഹോൾസുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചേളാരി ഭാഗത്ത് കൂടി വരുമ്പോഴേ ഇത് നമ്മളെ അണ്ടർപാസിന്റെ അടിയിക്ക് സർവീസ് റോഡിൽ നിന്ന് പോണ വജ്ജ് അതാണ് വരുന്ന വഴി. എന്നുണ്ടെങ്കിൽ
അങ്ങാടികളൊക്കെ കണ്ട ഈ വെള്ളപ്പൊക്കാണേ കാണണ്ടങ്ങളെ. അത് അണ്ടർപാസ് ഭാഗത്തേക്ക് തീരുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. നമ്മൾ അണ്ടർപാസിന്റെ അടുത്തൊന്ന് പോയേക്കാം. യാ അല്ലാ സുബ്ഹാനല്ലാ, ബിൽഡിങ്ങിന്റെ തൂമ്പത്തേക്ക് ഇപ്പൊ നമ്മളെന്നെ എത്തിയില്ലേ. നമ്മളെ റോഡ് തന്നെ അത്ര ഹൈറ്റിലായി. ചേളാരി നമുക്ക് അറിയാം 12 മീറ്ററിലേറെ ഹൈറ്റുള്ള ഒരു അണ്ടർപാസിന്റെ പണി അവിടെ നടന്നിരുന്നത്. അത് എമ്മാരി ഇത്രയും തിരക്കുള്ള ചേളാരിയുടെ അങ്ങാടിയുടെ മേൽക്കൂരകളാണ് ആ കാണുന്നത്. പിന്നെ കടലിൽ കണ്ട സുനാമി ആയിക്കണം തോന്നുന്നത്. കളറിന് മാറ്റങ്ങളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ അണ്ടർപാസിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് കാണണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരാം. എന്തായാലും ഇവിടുത്തെ അവസ്ഥകളുണ്ടല്ലോ, ഇത് നോക്കിങ്ങള് എന്താ ഇവിടുത്തെ അവസ്ഥ. ചേളാരി അണ്ടർപാസ് കണ്ടേ എത്തല്ലേ, ഇതാ അങ്ങാടിക്ക് ആകെ ശൂന്യത കേട്ടാ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവിടെ ഒരു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. മഹാ വിമൻസ് കോളേജ്. അല്ല കുറെ കുട്ടികളുണ്ടല്ലോ, നാട്ടു മക്കളെ കല്യാണം കഴിഞ്ഞിക്കണേ, ഇനിയിപ്പോ നോക്കാനുള്ള ഏരിയ ഇല്ല. ആ അണ്ടർപാസ് കണ്ടേ പൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണേ, അതിന്റെ അവസ്ഥകളൊക്കെ കഴിഞ്ഞിക്കണേ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിയാണ്. ലിമിറ്റഡ് വരുന്ന വേറെ വേണ്ടങ്ങള് എന്താലേ പുണ്യാളെ. ഏതാ ഇപ്പൊ അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടാവുക. എമ്മാരി പോക്കാ പോണല്ലേ. എന്താ മരങ്ങൾ, വണ്ടികൾ പോണ പോക്കാണ്ടല്ലേ. ആരും കൊതിക്കും. ചേളാരി നമ്മൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയെന്ന് പറഞ്ഞാല് ഒരു സങ്കടമില്ല. എന്തായാലും നമ്മൾ കളവല്ല പറയണേ. ഇവിടെ 90-100% പണികൾ കഴിഞ്ഞൊരു ഭാഗമാണ്. എത്ര ചെങ്ങായിമാർ ഇതിങ്ങനെ കേട്ടിരിക്കും. ഇങ്ങനത്തെ ഒരു സുഖല്ലേ. ആ വെട്ടതടിയാണല്ലോ ലൈക്കിന്റെ സ്ഥലം. ആ നമർത്തേക്ക് ആ മതി, അത്ര മതി. നമുക്ക് ഇതൊക്കെ എന്തൊക്കെ സ്നേഹല്ലേ. ഇവിടെ പിന്നെ എന്തൊക്കെ കുരുമുളകിന്റെ കൃഷിയാണ് തോന്നുന്നത്. ഇവിടെ 2-3 അടിപൊളി വീടുകളുണ്ട് കേട്ടാ. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള വീടുകളാണ്. പിന്നെ നമുക്കിവിടെ 2 പെട്രോൾ പമ്പ് വന്നിരുന്നു. ചേളാരിന്ന് നമ്മളിങ്ങനെ എന്താ പറയുക തലപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോഴേ നമ്മൾ അവിടെ 2 പെട്രോൾ പമ്പ് വലത്ത് സൈഡിൽ കണ്ടെങ്കിൽ HP പമ്പ്. ഈ നമ്മൾ എന്താ പറയുക ഏകദേശം ഇപ്പൊ അവിടെ നിന്ന് 100-200 മീറ്ററിലേറെ പോന്നില്ലേ. അത് വരെ NH-66 2 സൈഡും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് നഴ്സറി, നെയ്യാറ പമ്പ്, പിന്നെ ഇതിന്റെ അടുത്തൊരു ചായ എളനീക്കട ജ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഇവിടെ പോയി. എന്നാലും ഇത് കാണാൻ ഭയങ്കര രസമായിട്ടാ. ആ ഇവിടെ എളനീക്കട ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ഹോട്ടല് വേണ്ട 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 വേണ്ട, അടിപൊളി. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കടന്നിട്ട് നേരെ നമ്മൾ നിലവിലുള്ള സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് ലൈറ്റ് വെക്കാനുള്ള കുറച്ച് കാലുകളും കൂടി ലൈറ്റ് വെക്കാണ്ട്. പിന്നെ നമുക്കിത് കറണ്ട് ബില്ല് കൊടുക്കണ്ട. അത് ഫുള്ള് സോളാറാണ്. സത്യം അതാ. ആകെ ഡേറ്റ് ആയല്ലോ, വണ്ടി ആകെ ബ്ലോക്ക് ആയല്ലോ. എന്ത് പറ്റി? പെരും ബ്ലോക്ക് ആയല്ലോ. എന്താ സംഭവം എന്നാവല്ലേ, ആകെ ബ്ലോക്ക്. കുറച്ച് നിൽക്കേണ്ടി വരുന്നു തോന്നണേ. ഭയങ്കര ബ്ലോക്കാണ്. എന്താ ചെയ്യണേ? വനിതാ മെസ് ഹൗസ്, നാടൻ ഭക്ഷണം, ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം ചാടിയെന്ന് കണ്ടില്ല. നമ്മൾ ഇതൊക്കെ നേരെ ഇങ്ങനെ പൈപ്പ് ഘടിപ്പിക്കുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ചില ഭാഗത്തൊക്കെ എന്താ പറയുക വെള്ളം തലീക്ക് ചാടുന്നുണ്ട്. വാട്ടർഫാൾസ് ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സംഭവം വാട്ടർഫാൾസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. ഭയങ്കര അർത്ഥം. ഇപ്പൊ നമ്മൾ ഡ്രെയിനേജിന്റെ ഫൈനൽ വർക്ക് ഇവിടെ കുറച്ച് ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കുറച്ച് ടൈറ്റ്. ഇവിടെ ഏകദേശം നിങ്ങൾക്ക് അറിയില്ല 12 മീറ്ററിലേറെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ സർവീസ് റോഡിൽ നല്ല വർക്ക് എടുക്കണേ. ഏതല്ലേ പഠിക്കല് ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. പഠിക്കൽ ഇപ്പൊ എന്താ പറയുക ഇതിന്റെ മുന്നിലാണ്. ഇതാ ഡ്രെയിനേജിന്റെ വർക്ക് ഫൈനലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മളിങ്ങനെ ചേളാരിന്ന് പോകുന്നതിന് നമ്മളിങ്ങനെ പഠിക്കൊക്കെ എത്താം. പിന്നെ നമ്മൾ ഇവിടെ ഫുള്ള് ചിലയിടത്തൊക്കെ ഡിജിറ്റൽ ഡ്രെയിനേജ് ആണ് വെക്കാനുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടേഷന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തീർന്നിക്കണേ. നമുക്ക് ഡ്രെയിനേജ് ഫിറ്റിംഗ് തന്നെ ഉള്ളൂ. പക്ഷെ എന്താ പറയുക ഇവിടെ അപ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിക്കലിന് നമുക്ക് എന്താ പറയാ, പഠിക്കൽ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയാ ഈ എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പോരണം. ഇവിടെ നല്ല നമ്മൾ സൈഡാക്കണം. ഇവിടെ അത്ര സ്ഥലങ്ങൾ സൗകര്യം കുറവാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അന്തം വിട്ട് സൗകര്യം കയറാം. ആ കോലത്തേക്കാണ് ഇപ്പോൾ ഈ പോണത്. അടയങ്ങള് അങ്ങാടിയത്തെ അവസ്ഥകള് ഇതാണ്. ഇവിടുത്തെ അവസ്ഥകള് അങ്ങനെ നമ്മളെ അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. ടൗണിന്റെ അവസ്ഥകളാണ് ഞങ്ങളെ
ആ ഉഷാറാവും, അടിപൊളിയാ. പിന്നെന്താ അണ്ടർപാസിന്റെ ഉള്ളിൽ എന്താ ചക്കി തേങ്ങയും കൊച്ചൊക്കെ ആകെ മനുഷ്യന്മാരാണല്ലോ. അതിന്റെ അടിയിൽ പല ഐറ്റം വർക്കും കാര്യങ്ങളാണ്. പിന്നെ ഇവിടുന്നൊക്കെ നമ്മൾ എന്താ പറയാ ഫൈനലായിട്ട് നമ്മളെ പൈപ്പ് കാര്യങ്ങള് ഫുള്ള് അതിന്റെ പണികള് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം. ഹേയ് കണ്ടകള് എമ്മാരി പൈപ്പ് ഇപ്പൊ നമ്മളവിടെ ഇങ്ങനെ പോകുന്നിട്ടാ. ഏയ് പുതിയ പള്ളിയുടെ പണി കഴിഞ്ഞാലേക്കിന് ഇത്ര തോന്നെ പൈപ്പുകൾ ഇങ്ങനെ കണക്ട് ചെയ്യാണ്ട് ഇത് ഒന്നായിട്ട് കണക്ട് ചെയ്ത് വേറെ ഒന്നായിട്ട് ഓരോരുത്തർക്ക് എടുത്തുള്ള പരിപാടി ഇല്ല. ഓ പഴയ കടകളല്ല, ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ റീവർക്ക് ചെയ്ത് ഇപ്പൊ ന്യൂ മോഡലാക്കി എടുത്ത കടകളാണ്. എത്ര പോരാ പൈപ്പുകളല്ലേ കണക്ട് ചെയ്തിരിക്കണത്. ഇവിടെയൊക്കെ മുകളിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ റോഡിന്റെ എല്ലാ പണികളും ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട്. ഫൈനലായിട്ട് തന്നെ ഏകദേശം എല്ലാം തീർന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരെ വന്നാൽ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും. കണ്ടിട്ടുണ്ടെങ്കില് പഠിക്കല് ഇതാ പുതിയ കടകള് ഇവിടുന്നാണ്ട്. പിന്നെ മാറ്റങ്ങൾ വന്നിട്ടോ, മാറ്റങ്ങൾ പറഞ്ഞാൽ പല മാറ്റങ്ങളാണ് ഇവിടുന്നാണ്ട്. പല പരിപാടികളാണ് നടന്നു പോണ്. ആയിക്കോട്ടെ പൊയ്ക്കോളി, നമ്മളതിനെന്തെങ്കിലും കാട്ടുണ്ടാ. നല്ല മയക്കാറാ, നല്ല മയക്കാർ പറഞ്ഞ പേരും മയക്കാറാണ്. എന്താ ഈ നാടൻ വിക്രസൻ ആരവിടെ കൊടുന്നെത്തി. നമ്മള് എന്താ പറയാ ഇവർ നാടൊക്കെ പിന്നെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗത്തോട് പോയാൽ ചില പണി പോളും. എന്താല്ലേ സ്ഥലം വാടകയ്ക്ക് ആരെയും ആവശ്യക്കാരെന്നെ പറഞ്ഞു. ഇവിടെ നല്ലൊരു ബോർഡ് കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പറയാ ഇവിടെ എണ്ണച്ചെറുത്താറ് കണ്ടെങ്കിൽ ഒളിച്ചു കഴിഞ്ഞ് കുറെ മഴയൊക്കെ പെയ്തിട്ടൊന്ന് ദമ്മാവാണ്ടേ. അപ്പോൾ ഇതിന്റെ ഒരു എന്താ പറയാ ശക്തരായ ഫിനിഷിങ് കിട്ടുള്ളൂ. മഴക്കാർ എന്നിട്ട് ഒരുപാട് പൊടികൾ നമ്മളെന്താ ലോകത്തുള്ള ഒരുപാട് പൊടികൾ ഇവിടെ നഷ്ടപ്പെടാണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആള് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു എന്താ പറയാ അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പൊ നമുക്ക് അവിടുന്ന് എന്താ പറയാ ഇവിടുന്നാണ് ഇങ്ങനെ കടന്നു പോകാൻ പറ്റൂല. ഇവിടെ പിന്നെ ഇപ്പൊ എന്താ പറയാ മാർബിളിന്റെ ഫുള്ള് കടകളായതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല. ഫുള്ള് മാർബിള്, എങ്ങനെ പോയാലും മാർബിള് അതിന്റെ കടകളാണ് ഫുള്ള്. കണ്ടങ്ങളെ എങ്ങനെ പോയാലും മാർബിള്. ഇപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു അണ്ടർപാസിന്റെ ഒരു 3 മീറ്ററിന്റെ അതിന്റെ അണ്ടർപാസിന്റെ പണിയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് അവിടെ അതിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണുണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പാർട്ട് നമുക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ബായ് പറയണേ.